ഇന്ന് നോമ്പുതുറ കഴിഞ്ഞാണ്ട് നമ്മൾ ഈദ് പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ജോയിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ലിയാം ജൂനിയർക്കാണ് പോയിട്ടുണ്ടായിരുന്ന. കിഡ്സിന്റെ ഷോപ്പിൽ ഇപ്പെരുന്നാൾ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നോണ്ട് തന്നെ ജോയിക്ക് പെട്ടെന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് KMT-യിലേക്കായിരുന്നു. നമ്മൾ ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ജോയിക്ക് അവിടുന്ന് ബലൂണിന് വേണ്ടി വാശി പിടിച്ചു. പിന്നെ അവൾ ഒരുവിധം മയക്കെടുത്തിട്ടാണ് നമ്മൾ പർച്ചേസിന് കയറിയത്. ഇവിടുന്ന് പിന്നെ കൂടുതലായിട്ട് പർച്ചേസിംഗ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഉമ്മാക്ക് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നത്. ഉമ്മാക്കില്ലേ ഇത് ഡ്രസ്സൊക്കെ നമ്മൾ ആദ്യം തന്നെ സർപ്രൈസ് ആയിട്ട് ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് KMT-ന്ന് പെട്ടെന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ടൈം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി പർച്ചേസിംഗ് ഒക്കെ നാളെ ആക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ഫസ്റ്റ് പോയത് നെസ്റ്റോയിലേക്കായിരുന്നു. അവിടെ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓഫേഴ്സ് നമ്മുടെ മലയാളികളുടെ വീക്ക്നെസ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ സൂയി അവൾക്കുള്ള ഡ്രസ്സും കൈ പിടിച്ച് കണ്ടൊക്കെ നിൽക്കായിരുന്നു കേട്ടാ. നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ പോയത് ലേഡീസിന്റെ സെക്ഷനായിരുന്നു. കാരണം എനിക്ക് മാത്രമാണല്ലോ എടുക്കാനുള്ളത്. അത്യാവശ്യം കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു 2-3 ഡ്രസ്സൊക്കെ നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനോടൊന്നും നമുക്കൊരു സ്പാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ജേഴ്സി ജാബും എടുത്ത് ബില്ലും ചെയ്ത് കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ കാണുന്നത് വിശന്ന് പണ്ടാരടങ്ങിയിട്ടുള്ള എക്സ്പ്രഷനാ. പിന്നെ നമ്മൾ പോയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൊട്ടിക്കൊക്കെ ആയിരുന്നു, ലോറി. വേറെ എവിടുന്ന് ഡ്രസ്സ് കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഡ്രസ്സ് കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതും അടപടലം മൂഞ്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വൈകി പോയതുകൊണ്ട് തന്നെ കളക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ നിനക്ക് ഡ്രസ്സ് കിട്ടിയില്ലേ ചോദിച്ചാരോട്? ഇല്ല. അങ്ങനെ നമ്മൾ ഈദ് പർച്ചേസിംഗ് ആയിട്ട് മഞ്ചേരി വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ. മഞ്ചേരി ആയാമിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടുന്ന്. നമുക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. നമ്മൾ ട്രയൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി സൂയി ഇടയ്ക്കൊക്കെ അൽക്കുലത്തായിട്ടുള്ള പരിപാടികളൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വെസ്റ്റേൺ വെയേഴ്സ് ആണെങ്കിലും പാർട്ടി വെയേഴ്സ് ആണെങ്കിലും കിഡ്സ് വെയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നോക്കി അങ്ങനെ പതിയെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈദ് പർച്ചേസിങ്. ബൈ.